ജീവിതം അതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ജീവിതത്തെ അതിൻ്റെ ഏറ്റവും നല്ല സമൃദ്ധിയിൽ ജീവിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹത്തിന് അതിൻ്റെ പൂർണ്ണത എത്തിയിട്ടില്ല. നമ്മുടെ വാത്സല്യം അതിൻ്റെ പൂർണ്ണത കണ്ടിട്ടില്ല. നമ്മുടെ നന്മ പ്രവൃത്തികൾ അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. നമുക്ക് നന്നായി സംസാരിക്കാനുള്ള ആ പ്രാപ്തി അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. ഒരു നല്ല ഭർത്താവായിട്ടില്ല, ഒരു നല്ല ഭാര്യയായിട്ടില്ല, നല്ല മക്കളായിട്ടില്ല, നല്ല വൈദികനായിട്ടില്ല. ഒന്നിലും പൂർണ്ണതയിലെത്താത്തവരാണ് നമ്മൾ. പക്ഷെ ക്രിസ്തു ഓരോ നിമിഷവും നമ്മളെ മാടി വിളിക്കുന്നത് ജീവൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൽ നിന്ന് നമ്മളെല്ലാം സ്വീകരിക്കുന്നത് ഈ ജീവിതം ഏറ്റവും നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വ്യഗ്രതകൾക്ക് നടുവിൽ ഓടി നടക്കുന്ന നമുക്ക് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഈശോയിൽ നിന്ന് നമുക്ക് ചോദിച്ചു വാങ്ങണം, കർത്താവേ, ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ഏറ്റവും നന്നായി അതിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് നിരന്തരമായി ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ടവരെ.